الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ ഖുതുബകളിലായി നമ്മൾ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമാണ് വിശദീകരിച്ചു വന്നിരുന്നത്. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ അറിവാണ് ഒരു മനുഷ്യനെ ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കാൻ സഹായിക്കുന്നത്. മനുഷ്യൻ ഹിദായത്തിൽ നിൽക്കാൻ അറിവ് അത്യാവശ്യമാണ്. എന്നാൽ അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിച്ചു കൊള്ളണമെന്നുമില്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന മാർഗദർശനത്തെ സ്വീകരിക്കാനുള്ള മാനസികമായ സന്നദ്ധതക്കാണ് ഹിദായത്ത് എന്ന് പറയാ. ഹിദായത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സന്മാർഗം എന്നാണ്. പക്ഷെ അള്ളാഹു ഹിദായത്ത് നൽകുക, അള്ളാഹു ദലാലത്തിലാക്കുക, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആനിലുണ്ട്. ഹിദായത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നൽകിയ മാർഗദർശനം. അപ്പൊ നമ്മൾ ദിവസവും 17 തവണ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹുവെ മുസ്തഖീമായ മാർഗത്തിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണം എന്നാണ്. അപ്പൊ നമ്മളാരും ഹിദായത്ത് കിട്ടാത്തവരല്ല. പക്ഷെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തെ പിന്തുടരാനുള്ള തൗഫീഖ് എനിക്ക് തരണേ എന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാല് അതാണ് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശത്തെ പിന്തുടരാനുള്ള മാനസികമായ സന്നദ്ധത ഉണ്ടാവുക. അള്ളാഹു ഖുർആനിലെ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് കാണാം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദലാലത്തിലാക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കാണാൻ കഴിയും നമുക്ക്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു, അവനുദ്ദേശിച്ചവരെ ദലാലത്തിലാക്കുന്നു എന്നൊക്കെ.
അപ്പൊ ഹിദായത്ത് എന്ന് പറയുന്നത് അറിവുമായി ബന്ധമുണ്ട് നമ്മൾ പറഞ്ഞു. അറിവില്ലാത്തവന് ഹിദായത്ത് പ്രാപിക്കാൻ സാധ്യമല്ല. എന്നാൽ അറിവുള്ളത് കൊണ്ട് മാത്രവും ഹിദായത്ത് പ്രാപിക്കാൻ സാധ്യമല്ല. ഈ അള്ളാഹു അവനുദ്ദേശിക്കുന്നവർ ഹിദായത്തിലാക്കുന്നു, അവനുദ്ദേശിക്കുന്നവരെ ലലാലത്തിലാക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് ധാരാളം ഇരട്ടി പ്രതിഫലം നൽകുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് സ്ഥാനവും പദവിയും നൽകുന്നു എന്നൊക്കെ ഖുറാനിൽ പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒക്കെ നമ്മളിങ്ങനെ പഠിച്ചു നോക്കിയാല് അത് കേവലം അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ്ക്ക് കുറെ ആളുകളോട് ഇഷ്ടമുള്ളത് കൊണ്ട് അവരെ ഒക്കെ ഹിദായത്തിലാക്കുന്നു, അവർക്കൊക്കെ അങ്ങ് പദവികൾ ഉയർത്തി കൊടുക്കുന്നു, അല്ല അവർക്കൊക്കെ ധാരാളമായി ഇരട്ടി പ്രതിഫലം നൽകുന്നു. കുറെ ആളുകൾക്ക് അള്ളാഹുവിന് കുറെ ആളുകളോട് വെറുപ്പുള്ളവരുണ്ട് ഉള്ളത് കൊണ്ട് അവർക്കൊന്നും അള്ളാഹു പ്രതിഫലം നൽകുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അള്ളാഹു ഹിദായത്ത് നൽകുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ആ മയ്യശാന്റെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് ഖുർആനിൽ ആ പറഞ്ഞ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ മെന്നിയശാഹ് പറഞ്ഞോ അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനവും പദവിയും നൽകുന്നു എന്നൊക്കെ പറഞ്ഞോ അവിടെയൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയാല് അവിടെ അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ ഉദ്ദേശമല്ല, ഓരോരുത്തന്റെയും മനസ്ഥിതി വളരെ കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ആയതുകൊണ്ട് ആർക്കൊക്കെ പ്രതിഫലം നൽകണമെന്ന് അള്ളാഹുവിന് അറിയാം, ആർക്കൊക്കെ ഉന്നതമായ സ്ഥാനം നൽകണമെന്ന് അള്ളാഹുവിന് അറിയാം, ആരൊക്കെ ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് അള്ളാഹുവിന് അറിയാം, ആരൊക്കെ ലലാലത്തിലാക്കണമെന്ന് അല്ലെങ്കിൽ അവർക്ക് ലലാലത്തിന്റെ മാർഗമാണ് അവർ പോകേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയാം എന്നതിൽ കവിഞ്ഞ് അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അറിവ് ആവശ്യമാണ്. ഈമാൻ കാര്യങ്ങളെ കുറിച്ച്, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അറിവ് ആവശ്യമാണ് എന്ന് പറയുമ്പോ അറിവുള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ഹിദായത്തിലാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസ് ഹിദായത്തിലാവണം. കാരണം പിശാചിന് ഹിദായത്തിന്റെ എല്ലാ മാർഗങ്ങളെ കുറിച്ചും അറിയാം, കൃത്യമായി അറിയാം. ഹിദായത്തിന്റെ മാർഗങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഏതൊരു മനുഷ്യനെയും അവൻ ഏത് റൂട്ടിലാ പേഴ്പ്പിക്കാൻ പറ്റാന്ന് കൃത്യമായിട്ട്. ഇപ്പം എല്ലാ മനുഷ്യന്മാരെയും ശൈത്താൻ സമീപിക്കും, പിശാച് സമീപിക്കും. ഓരോരുത്തരുടെയും വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് പോയിന്റിലാണ് അവരെ പിഴപ്പിക്കാൻ സാധിക്കുക എന്ന് പരിശോധിച്ച് ആ പോയിന്റിൽ അവരെ പിഴപ്പിക്കാൻ സാധിക്കും. ചില ആളുകളെ കുടുംബപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവന്റെ ലൈംഗികമായ കാര്യങ്ങളിലോ അവന്റെ അത്തരത്തിലുള്ള വീക്ക്നെസ്സിലോ ആയിരിക്കും പിശാചിനെ പഴപ്പിക്കാൻ സാധിക്കുക. വേറെ ചില ആളുകളെ സാമ്പത്തികമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിശാചിനെ പഴപ്പിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഓരോരുത്തരെയും എങ്ങനെ പിഴപ്പിക്കാൻ സാധിക്കും, എങ്ങനെ അവനെ റൂട്ട് തെറ്റിക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെ അവന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി അവനോട് ദുർമാർഗത്തിലേക്കാക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശൈത്താൻ മനുഷ്യനെ പഴപ്പിക്കുന്നത്. അപ്പൊ പിശാചിന് അറിവുണ്ട് എന്നർത്ഥം. അറിവുള്ളതുകൊണ്ട് ഹിദായത്തിലാവൂല. പിശാച് പിഴയ്ക്കാനുള്ള കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിശാച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവാനുള്ള കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കാരണം ഖുർആൻ പറയുന്നത് ഒന്ന്, ആദം, മലക്കുകളും ജിന്നുകളുമുള്ള സദസ്സിൽ നിന്ന് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫസജദു ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ ബാക്കിയൊക്കെ സുജൂദ് ചെയ്തു. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം കാണിച്ചു. വകാന മിനൽ കാഫിരി, അവൻ സത്യനിഷേധികളിൽ പെട്ടവനായി. അപ്പൊ ഹിദായത്തിൽ നിന്നൊരു മനുഷ്യൻ തെറ്റിപ്പോവാനുള്ള ഒന്നാമത്തെ കാരണം അഹങ്കാരമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്നവനായിരുന്നു പിശാച്. വേറൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, പിശാച് പറഞ്ഞതായിട്ട്, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, അവനെ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ പിശാച് പഴക്കാനുള്ള 3 കാരണമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അഹങ്കാരം, എതിര് പ്രവർത്തിക്കുക, ഞാനാണ് എല്ലാറ്റിനേക്കാളും തികഞ്ഞവൻ എന്ന ചിന്ത. ഈ 3 ചിന്തകളാണ് പിശാചിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചത് എന്ന് ഖുർആൻ പറയാം.
അപ്പൊ ഈ 3 സ്വഭാവം ഏത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ ഓനും തെറ്റിപ്പോവും. ഖുർആന് അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ദലാലത്തിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോ ആ ഉദ്ദേശിക്കുന്നവർ ആരൊക്കെയാണെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പിശാചിന്റെ സ്വഭാവമുള്ള എല്ലാ ആളുകളെയും അള്ളാഹു ദലാലത്തിലാക്കും. അത് സ്വയം ദലാലത്തിലാവുന്ന ഖുർആനില് അള്ളാഹു ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമികളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. കൃത്യമായ പ്രസ്താവനയാണ് അള്ളാഹുവിന്റെ. അതിക്രമികളായി ജീവിക്കുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള മനസ്ഥിതിയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായി തോന്നിവാസികളായി ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. വലഖദ് ദറഅനാ ലിജഹന്നം, നരകത്തിന് വേണ്ടി ഞാൻ കുറെ ആൾക്കാരെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേ. എന്താണ് അവർ നരകത്തിന് വേണ്ടി ആവാനുള്ള കാരണം? ലഹും കസീറുൻ മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട മനുഷ്യന്മാരെ കുറെ ആളുകളെ നരകത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ നരകത്തിന് വേണ്ടി തയ്യാറാവാനുള്ള കാരണം? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അവരതുകൊണ്ട് ചിന്തിക്കൂല. വലഹും അഅ്യുനുൻ, അവർക്ക് കാഴ്ച കണ്ണുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അവർ കാണേണ്ടത് കാണുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹാ, അവരതുകൊണ്ടൊന്നും കേൾക്കേണ്ടത് കേൾക്കൂല. ഉലൈക കൽ അൻആമി, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അളൽ, അല്ല അതിനേക്കാൾ താഴ്ന്നവരാണ്, പിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. അപ്പോ ഒന്നും കേൾക്കാനും കാണാനും ചിന്തിക്കാനും തയ്യാറാവാതെ ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഏറ്റവും വലിയ സത്യം, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ എന്റെ ബുദ്ധിക്കും എന്റെ ചിന്തക്കും അപ്പുറം ഒന്നില്ല, എല്ലാം തികഞ്ഞ പരിപൂർണമായ അറിവുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറം ഒരു സത്യമില്ല എന്നുള്ള നിലക്ക് ഒന്നും കാണാനും ഒന്നും ചിന്തിക്കാനും ഒന്നും മനസ്സിലാക്കാനും തയ്യാറില്ലാത്ത ആളുകൾ, അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകൂലാന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എന്റെ അറിവും എന്റെ തലച്ചോറുമാണ് പരമപ്രധാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ അപ്പുറം ഒരു അറിവില്ല. ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറം ഒരു അറിവില്ല എന്ന് ചിന്തിക്കുന്ന, ഒന്നും കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവാത്ത ആളുകൾ, അവരെ കുറിച്ച് ഖുർആന് സുമ്മുൻ ബുക്കുമുൻ ഉംയുൻ എന്നാ പറഞ്ഞ്. അന്ധന്മാരാണ്, ബധിരന്മാരാണ്, മൂകന്മാരാണ്. ഫഹും ലാ യഅഖിലൂൻ, അവർ ഗ്രഹിക്കുകയില്ല കാര്യങ്ങൾ. അപ്പൊ എന്താ പിശാച് പേക്കാൻ കാരണം? എന്താ പറഞ്ഞത്? പിശാച് പേക്കാൻ കാരണം ഞാൻ തന്നെയാണ് വലിയ, ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഏറ്റവും ശരി, അതിലപ്പുറം ഒന്നുമില്ല എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ അഹങ്കാരം, അള്ളാഹുവിന് അനുസരണക്കേട് പ്രവർത്തിക്കുക, ഈ കാരണം കൊണ്ടാണ് പിശാച് വഴിതെറ്റിപ്പോയത്. ഇതേ ചിന്ത, ഞാൻ മനസ്സിലാക്കിയ അറിവിനപ്പുറം ഒരു അറിവില്ല, എന്റെ ബുദ്ധിയും എന്റെ അന്വേഷണങ്ങളും എന്റെ വിശാലമായ പഠനവും വായനയും ഇതൊക്കെ, അതിലപ്പുറം ഒരു അറിവില്ല എന്ന അഹങ്കാരം മനുഷ്യനെ ദലാലത്തിലാക്കും എന്ന് ഖുർആൻ പറയാൻ. അതുപോലെ തന്നെ അതിക്രമിയായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഈ നിഷ്കളങ്കമായ ഹൃദയമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. തെമ്മാടികളായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കന്മാരായ ഹൃദയമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകൂല. അപ്പൊ അള്ളാഹു ഹിദായത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല. അള്ളാഹു ഹിദായത്ത് നൽകാത്ത മനസ്സുകൾ ഏതൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരാം. ഇതുപോലെ തന്നെ അള്ളാഹു ഹിദായത്ത് നൽകുന്ന ഹൃദയം ഏതാണെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ധാരാളം സ്ഥലങ്ങളില് അപ്പൊ അള്ളാഹ്ക്ക് കുറെ ആളുകളോട് ഇഷ്ടമുള്ളത് കൊണ്ട് കുറെ ആളുകളെ വലാലത്തിലാക്കുന്നു, അല്ല ഇഷ്ടമുള്ളത് കൊണ്ട് കുറെ ആൾക്കാരെ ഹിദായത്തിലാക്കുന്നു, കുറെ ആളുകളോട് വെറുപ്പുള്ളതുകൊണ്ട് വലാലത്തിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പിന്നെ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, ഇന്നാ നാം അവന് കൃത്യമായ മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവന് നന്ദിയുള്ള ഹിദായത്തിന്റെ മാർഗത്തിലാകാം, അല്ലെങ്കിൽ അവന് നന്ദി കെട്ട ദലാലത്തിന്റെ മാർഗത്തിലാകാം, നന്ദി കേടിന്റെ മാർഗത്തിലാകാം എന്ന് അള്ളാഹു പറയുന്നതിൽ ഒരു അർത്ഥമല്ലല്ലോ.
അള്ളാഹ് സൃഷ്ടിക്കുന്നതിന് മുമ്പേ കുറെ ആൾക്കാരോട് ഭയങ്കര ഇഷ്ടം, എന്നിട്ട് ആ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അള്ളാഹു ഹിദായത്തിലേക്ക് അങ്ങോട്ടാക്കും. അള്ളാഹ്ക്ക് കുറെ ആൾക്കാരോട് വെറുപ്പ്, ആ വെറുപ്പുള്ളവരൊക്കെ അള്ളാഹു ദലാലത്തിലേക്ക് അങ്ങനെ ആക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നാം നിങ്ങൾക്ക് ഇതാ നന്മയുടെ മാർഗം, ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നിനക്ക് നന്ദിയുള്ള ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ട ദലാലത്തിന്റെ മാർഗം സ്വീകരിക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അപ്പം ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ദലാലത്തിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹ് എന്നെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അള്ളാഹു ഹിദായത്ത് നൽകുന്നത് ആർക്കാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറയാ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ നൂറ് വന്നെത്തിയിരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രകാശം വന്നെത്തിയിരിക്കുന്നു. വ കിതാബും മുബീൻ, വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. യഹ്ദി ബിഹില്ലാഹ്, അത് മുഖേന അള്ളാഹു ഹിദായത്തിലാക്കുന്നു. ആരെ? മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരെ, അള്ളാഹുവിന്റെ പ്രീതി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഹിദായത്തിന്റെ മാർഗം ലഭിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ അള്ളാഹു അതുകൊണ്ട് ഹിദായത്തിലാക്കും. സുബുലസ്സലാം, അത് ശാന്തിയുടെ സമാധാനത്തിന്റെ മാർഗമാണ്. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു ആ വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നു. ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണത്. അപ്പൊ അള്ളാഹു ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കണമെന്നും ലലാലത്തിന്റെ വഴി ഇവിടെ ഉണ്ടാക്കണമെന്നും ഒക്കെ അള്ളാഹിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് ഉണ്ടായത്. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ അള്ളാഹു മുസ്തഖീമായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പം ഹിദായത്തിന്റെ മാർഗം പിന്തുടരണം എന്ന് ആഗ്രഹിക്കുകയും നിഷ്കളങ്കമായ മനസ്സുള്ള ആളുകൾ ആരാണോ അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഏകപക്ഷീയമായ ഒരു തീരുമാനമല്ല. മനസ്സില് ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വെളിച്ചത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കും. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഖുർആൻ കൊണ്ടും സന്മാർഗം ലഭിക്കുക. അതാണ് ദാലിക്കൽ കിതാബ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം എന്ന് അത് ഖുർആന്റെ അമാനുഷികതയെ കുറിച്ച് പറഞ്ഞ ഇതുപോലുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഒരു ഗ്രന്ഥം കഴിയുമെങ്കിൽ നിങ്ങൾക്കും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള നിലക്കുള്ള ഒരു പ്രയോഗമാണത്. ദാലിക്കൽ കിതാബ്, അതാ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ലാ റൈബ ഫീഹി, അതിന്റെ ഒരു സംശയത്തിന് അവകാശമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതാബോധമുള്ള ആളുകൾക്ക്, മനസ്സുകൊണ്ട് ഹിദായത്ത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാർഗം കാണിക്കുന്ന ഗ്രന്ഥാണ് അത്. അപ്പൊ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ ആവശ്യമായ അറിവുകളൊക്കെ ആ ഗ്രന്ഥത്തിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് സന്മാർഗം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന്. അപ്പൊ അള്ളാഹു പറയുന്നത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി ജീവിക്കുന്ന, ഹിദായത്ത് പ്രാപിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ചിന്തയും ബുദ്ധിയും ധർമ്മബോധവും അധർമ്മബോധവും ഒക്കെ ജന്മന അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യ മനസ്സും അതിനെ രൂപപ്പെടുത്തിയതും തന്നെയാണ് സത്യം. മനുഷ്യ മനസ്സും അതിനെ രൂപപ്പെടുത്തിയവനും തന്നെയാണ് സത്യം. ആ മനുഷ്യ മനസ്സിന് അതിന്റെ അധർമ്മത്തെയും ധർമ്മത്തെയും തോന്നിപ്പിച്ചിരിക്കുന്നു. ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ മനുഷ്യ മനസ്സിന് ധർമ്മത്തെയും തോന്നിപ്പിച്ചിട്ടുണ്ട്, അധർമ്മത്തെയും തോന്നിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഖുർആനിന്റെ ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ആ ഖുർആനിന്റെ ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാത്ത മനുഷ്യന്മാര്, അത്തരത്തിലുള്ള രാഷ്ട്രങ്ങള്, ജനങ്ങൾ താമസിക്കുന്ന ഭരണകൂടങ്ങള്, അവർക്കൊക്കെയും എന്തുണ്ട്? നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, അസത്യത്തെക്കുറിച്ച്, അനീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, അധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് അമുസ്ലിം ആയിട്ടുള്ള, അല്ലെങ്കിൽ മതം വേണ്ട എന്ന് പോലും പറയുന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശത്തുള്ള ഭരണകൂടങ്ങള് നീതിയും അനീതിയുടെയും തുലാസ് കണക്കാക്കുകയും കോടതി സംവിധാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മനുഷ്യ മനസ്സും അതിനെ രൂപപ്പെടുത്തിയവനും തന്നെയാണ് സത്യം. ആ മനുഷ്യ മനസ്സിന് അതിന്റെ അധർമ്മത്തെയും ധർമ്മത്തെയും തോന്നിപ്പിച്ചിരിക്കുന്നു. അങ്ങനത്തെ
ധർമ്മബോധവും അധർമ്മബോധവും മനുഷ്യ മനസ്സിൽ ജന്മനാ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സത്യം അസത്യം എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്, നീതി അനീതി എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്, നീതിക്കനുസരിച്ച് നിലനിൽക്കണം എന്ന ചിന്ത മനുഷ്യന് വന്നിട്ടുള്ളത്, സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് നിലനിൽക്കണം എന്ന ചിന്ത മനുഷ്യന് വന്നിട്ടുള്ളത്. ആ നിലക്ക് ധർമ്മബോധം സ്വീകരിക്കാൻ ആ പര്യാപ്തമായ മനസ്സുമായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഹിദായത്തിന്റെ സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അത് തേടുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. അല്ലാത്ത ആളുകളെ, അക്രമികളായി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ലലാലത്തിലാക്കും. ഇതാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവർ ലലാലത്തിലാക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ മാർഗത്തെ കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ചറിയുകയും പഠിക്കുകയും ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയുമുള്ള ആളുകൾക്ക് അള്ളാഹു ആ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തും എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആഗ്രഹവും തേട്ടവും എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാവണം. ആ നിഷ്കളങ്കമായ മനസ്സുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. വല്ലദീന ഇഹ്തദൗ വസാദഹും ഹുദാ, ഹിദായത്ത് പ്രാപിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വഅതാഹും തഖ്വാഹും, അവർക്ക് അള്ളാഹു ആ സൂക്ഷ്മതാ ബോധം നൽകും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലദീന ജാഹദു ഫീന, ആരാണോ എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് ലനഹ്ദിയന്നഹും സുബലന, അവർക്ക് നാം ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവരെ നാം മാർഗം കാണിക്കും എന്ന് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കമായ നിലക്ക് ആത്മാർത്ഥമായ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ള അന്വേഷണവും പഠനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു എന്നെ നിങ്ങളെയും ഹിദായത്തിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹിദായത്ത് നൽകുന്നത് ആർക്കാണ്, ഹിദായത്ത് നിന്ന് തെറ്റിക്കുന്നത് ആരെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും ഹിദായത്തിന്റെ മാർഗം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കന്മാരായ ആളുകൾക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക എന്നതുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹിദായത്തിന്റെ മാർഗം പ്രാപിച്ച ഒരു മനുഷ്യൻ, അങ്ങനെ ഹിദായത്ത് സ്വീകരിക്കാൻ ഹൃദയത്തിന് വിശാലത കിട്ടിയ ഒരു മനുഷ്യൻ, അള്ളാഹ് പറയാണ് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഏതൊരു മനുഷ്യന്റെ മനസ്സിന് അള്ളാഹു, ഈ ഹൃദയത്തിന് അള്ളാഹു ഇസ്ലാമിലേക്ക് വിശാലത നൽകിയോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവൻ റബ്ബിൽ നിന്നുള്ള ഒരു നൂറിലാണ്. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം എന്നൊക്കെയാണ്. അപ്പൊ ഹൃദയത്തിന് ഹിദായത്ത് കിട്ടിയ ഒരു മനുഷ്യൻ അവൻ ഒരു വെളിച്ചത്തിലാണ്. ആ വെളിച്ചം അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാണാൻ സാധിക്കും. ഹൃദയത്തിന് ഹിദായത്ത് കിട്ടിയ ഒരു മനുഷ്യന്റെ സംസാരത്തിൽ ആ വെളിച്ചമുണ്ടാകും, അവന്റെ പ്രവർത്തനത്തിൽ ആ വെളിച്ചമുണ്ടാകും, അവൻ ഇടപഴകുന്ന രംഗങ്ങളിലൊക്കെ ആ ജീവിതത്തിൽ ആ വെളിച്ചമുണ്ടാകും. അവന്റെ കുടുംബത്തിൽ ആ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയ വ്യക്തികൾ താമസിക്കുന്ന, ഒത്തുജീവിക്കുന്ന കുടുംബത്തിൽ ആ വെളിച്ചം അവന് കാണാൻ സാധിക്കും. അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപഴകലിലും ഒക്കെ ആ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹിദായത്തിന്റെ വെളിച്ചം മനസ്സിന് ലഭിക്കുക എന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. അതിനുള്ള പ്രാർത്ഥനയും തേട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നിട്ട് അള്ളാഹ് പറയാ ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് കടുത്തുപോയ ഹൃദയങ്ങൾക്ക് നാശം. അതൊക്കെ വല്ലാത്ത പ്രയോഗങ്ങളാണ്. ഫവൈലുൻ, നാശം, ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയ ആളുകൾക്ക്, മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾക്ക് നാശം. അവരാണ് ദലാലത്തിലേക്ക് പോവുക. ഉലൈക ഫീ ദലാലിൻ മുബീൻ, അള്ളാഹ് കൃത്യമായി പറയാം ഉലൈക ഫീ ദലാലിൻ മുബീൻ. അങ്ങനെ അള്ളാഹിനെ ഓർക്കുന്നതിനെ തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾ അവർ ദലാലത്തിലേക്ക്, ഉലൈക അക്കൂട്ടർ ഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അപ്പൊ വഴികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഹിദായത്തിന്റെ മാർഗം കിട്ടിയ ആളുകൾക്ക് ആ ഹിദായത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ ആവശ്യമായ, അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ ഹിദായത്ത് ഇങ്ങനെ ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ അറിവുകളും അനുഭവങ്ങളും ഒക്കെ അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അതാണ് വല്ലദീന ഇഹ്തദൂ സാദഹും ഹുദാ എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ട്
തിരിഞ്ഞു കളയുകയും താന്തോന്നികളായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, അവർക്ക് എല്ലാത്തിലും സംശയവും അല്ലെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു അവരുടെ മനസ്സിനെ ആക്കി തീർക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കില്ല. എല്ലാത്തിനെയും നെഗറ്റീവായിട്ടാണ് കാണാനും ചിന്തിക്കാനും അവർക്ക് സാധിക്കുക. അങ്ങനെ എല്ലാത്തിലും സംശയത്തിലായിക്കൊണ്ട് കൂടുതൽ ദലാലത്തിൽ അകപ്പെട്ടുകൊണ്ട് നാശത്തിലേക്ക്, ദുനിയാവിലും ആഖിറത്തിലും നാശത്തിലേക്ക് അവർ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ അറിവും അന്വേഷണവും അറിവും ഉണ്ടായിക്കൊണ്ട് ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന പ്രാർത്ഥനയും ഉണ്ടാവണം. അള്ളാഹു എന്നെ നിങ്ങളെയും ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഈ നാട്ടിൽ എല്ലാവർക്കും ശാന്തമായി സമാധാനത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം നീ ഉണ്ടാക്കി തരികയും അതിന് ആവശ്യമായ രൂപത്തിലുള്ള ഭരണകർത്താക്കളെ നീ തെരഞ്ഞെടുക്കുകയും ചെയ്യണം. റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണം. റഹ്മാനെ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ നീ പൊറുക്കണം. റഹ്മാനെ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണം. റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, സാമ്പത്തികമായും ജോലി സംബന്ധമായും പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണം. റഹ്മാനെ, രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബന اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.